ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലുള്ള ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനത് അവിടെ 4-5 വെളുത്തുള്ളി അല്ലി നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി അല്ലിയാണ്. വലിയൊരു സവാളി നീളത്തിൽ നൈസായി കട്ട് ചെയ്തിട്ടുണ്ട്. 4 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് അവിടെ കുറച്ച് വെണ്ടയ്ക്ക കഴുകിയിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വെണ്ടയ്ക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. വെണ്ടയ്ക്കയുടെയും ഉള്ളിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇത്രയ്ക്കായാൽ മതി. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് നീര് വലിയിച്ചെടുക്കുക. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.